നല്ല ക്രിസ്മസ് ദിനങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുക. സന്തോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ജീവിതത്തിൽ സന്തോഷം എന്നും അനുഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. സന്തോഷത്തിന്റെ ഈ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മശോധന ക്രിസ്മസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ സങ്കടങ്ങളുടെ വഴികളെ ദൈവം സന്തോഷകരമാക്കി മാറ്റിയത് ക്രിസ്മസിന്റെ പുണ്യദിനങ്ങളായിട്ട് ധ്യാനിക്കാനായിട്ട് നൽകുകയാണ്. ക്രിസ്തുമസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ കടന്നുപോയ സങ്കടകരമായ വഴികളുണ്ട്. യോസേപ്പ് പിതാവ് അനുഭവിച്ച മാനസിക സംഘർഷമുണ്ട്. പരിശുദ്ധ അമ്മ കടന്നുപോയിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങളുണ്ട്. ഈശോയെയും പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവിനെയും നയിച്ച വളരെയധികം ഭയാനകമായ സങ്കടകരമായ വഴികളുണ്ട്. എല്ലാവരും അവഗണിക്കപ്പെടുക, ഇടം കിട്ടാതിരിക്കുക, ഏറ്റവും കൂടുതൽ നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോവുക. ഇതാണ് ക്രിസ്തുമസിന്റെ യഥാർത്ഥ സന്തോഷമെന്ന് എല്ലാവർക്കും അറിയാം. ഈ ജീവിതത്തിൽ രക്ഷാകരമായ പദ്ധതി സഹന വഴികളിലൂടെ ഒരുക്കപ്പെട്ടത് നിനക്കത് ക്രിസ്മസ് ആയിട്ട് ധ്യാനിക്കാനായിട്ട് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ സന്തോഷങ്ങളെയും സന്തോഷകരമാക്കി മാറ്റാൻ എളുപ്പമാണ്. എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കി മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് സങ്കടങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. സങ്കടങ്ങൾ മാറി എന്നും സന്തോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷങ്ങളുടെ പിന്നിൽ ദൈവിക പദ്ധതിയുണ്ട്. സങ്കടങ്ങളുടെ പിന്നിലുള്ള ദൈവിക പദ്ധതിയെ തിരിച്ചറിയാനായിട്ട് ഈ ക്രിസ്തുമസ് നിനക്ക് കഴിയട്ടെ. നിനക്ക് ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും നിനക്ക് ഒത്തിരിയധികം ഉണ്ടെങ്കിൽ, വളരെയധികം ഉണ്ടെങ്കിൽ, ആ സങ്കടങ്ങളിലും സഹനങ്ങളിലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ. ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെട്ടവരെ ദൈവം വിളിച്ചുണർത്തുന്നുണ്ട്. ക്രിസ്തുമസിന്റെ ആ ദിനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ ജനിച്ചു എന്ന് വാർത്ത അറിയിക്കുന്നത് തിരസ്കരിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് നിസ്സഹായതയുടെ പ്രതീകമായിട്ട് ആടുകളെ മേയിച്ച് രാത്രി കടന്നിറങ്ങിയവരെ ദൈവം വിളിച്ചുണർത്തുകയാണ്. വിളിച്ചുണർത്തി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ അവഗണിക്കപ്പെട്ടവർക്കൊക്കെ സ്വന്തമായിട്ട് ദൈവമുണ്ട് എന്ന്, ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടവർക്ക് ദൈവമുണ്ട്, അല്ലെങ്കിൽ എല്ലാവിധത്തിലും ഉപേക്ഷിക്കപ്പെട്ടവർക്ക്, ആരുമില്ലാത്തവർക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു രക്ഷകൻ ഉണ്ട് എന്ന് ദൈവം വ്യക്തമായിട്ട് ക്രിസ്മസിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നൊരു പക്ഷേ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരിക്കാം, നിന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ ആരുമില്ലായിരിക്കാം. എല്ലാവിധത്തിലും അവഗണിക്കപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതമാണ്. നിന്നെ അറിയുന്ന, നിന്നെ വിളിച്ചുണർത്തുന്ന ദൈവം നിന്നോട് പറയാണ് നിനക്ക് വേണ്ടി ഒരു രക്ഷകനുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി ഒരു രക്ഷകനുണ്ട് എന്ന് ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യാത്രയാണ്. പരിശുദ്ധ അമ്മ ഗർഭിണിയായി ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. വീണ്ടും ഈശോ ജനിച്ചതിന് ശേഷം ഹെറോദസിനെ ഭയന്ന് യാത്ര ചെയ്യുകയാണ് ഈജിപ്തിലേക്ക്. വീണ്ടും തിരിച്ച് ഒരു യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിൽ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വഴികളും കടന്നു പോകുന്ന ഒരു യാത്രയാണ്. ജീവിതത്തിലെ എല്ലാ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രയാണ് ജീവിതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ യാത്രയിൽ സങ്കടകരമായ അനുഭവങ്ങളുണ്ട്. അവഗണിക്കപ്പെടുക, ആട്ടി ഓടിക്കുക, നിനക്കിടമില്ല എന്ന് പറയുക, സത്രത്തിൽ ഇടമില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കറിയാം ജനിക്കാൻ പോകുന്ന ഈശോയ്ക്ക് ഇടമില്ല എന്ന് തിരസ്കരണത്തിന്റെ വാക്കുകളിൽ അറിയിക്കുമ്പോൾ അമ്മ അതിനെ പോലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നിനക്ക് ഇടം നൽകാത്ത അനേകം പേരുണ്ടായിരിക്കാം. നിനക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാത്ത അന്തരീക്ഷം നിനക്കുണ്ടായിരിക്കാം. എങ്കിലും നീ യാത്ര ചെയ്യണം മുൻപോട്ട്. യാത്ര ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് പരിശുദ്ധ അമ്മയെ, യോസേപ്പ് പിതാവിനെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ചത് കൂടെയുള്ള ഈശോയാണ്. ക്രിസ്തുമസ് നമ്മെ പ്രേരിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്, നിന്റെ കൂടെ നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്റെ വിഷമങ്ങൾ അറിയുന്ന ഈശോ കൂടെ ഉള്ളത് ഈ മുന്നോട്ട് ഏത് അവസ്ഥയാണോ ആ അവസ്ഥയിൽ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കണം. ഈശോയാണ്, കൂടെയുള്ള ദൈവമാണ് മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യോസേപ്പ് പിതാവിനോട് പറയുന്നുണ്ട്, നീ അവന് യേശു എന്ന് പേര് ഇടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ രക്ഷിക്കും. വീണ്ടും പറയാണ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ. രക്ഷാകര ചരിത്രത്തിന്റെ മുഴുവൻ പരിശോധിച്ചാൽ ആരംഭം മുതൽ അവസാനം വരെയുള്ള വാക്യമാണ് ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. അബ്രാഹത്തെ വിളിക്കുമ്പോൾ പറയുന്നത് ദൈവം നമ്മോട് കൂടെ.
ഈ വിളിയുടെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം നമ്മോട് കൂടെ. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ദൈവം നമ്മോട് കൂടെ, നമ്മുടെ കഷ്ടതയിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അഭിസംബോധന തന്നെയാണ് ദൈവം നമ്മോട് കൂടെ. ഇപ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കാണ് കർത്താവ് നിങ്ങളോട് കൂടെ. ആ ദൈവത്തെ ചേർത്ത് ജീവിക്കുവാനുള്ളൊരു വിളിയാണ്. ഈശോ എന്ന എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്ന് ഈ ക്രിസ്മസ് ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന ദൈവം ഉണ്ട് എന്ന് നിന്നെ വെളിപ്പെടുത്തുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഈ ജീവിതത്തിൽ വളരെയധികം പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ അറിയാം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ അവസ്ഥ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. വീണ്ടും അറിയാം, ക്രിസ്തുമസിന്റെ സന്തോഷം ഇന്ന് ഈശോ ജനിച്ച പുൽക്കൂടിനെ വളരെയധികം സമ്പത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രൗഢിയുടെ പ്രതീകമായിട്ട് മനുഷ്യൻ ചിത്രീകരിക്കാറുണ്ട്. ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെട്ട പുൽക്കൂട് ഇന്ന് എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും ഒരു കുടുംബത്തിന്റെ, ഒരു ദേശത്തിന്റെ സന്തോഷത്തിന്റെ അടയാളമായിട്ട് കാണിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും തന്നെ അനേകര് പുൽക്കൂട് കാണാനായിട്ട് വരാറുണ്ട്. ഇന്ന് ആത്മശോധന ചെയ്താൽ ആരും വരാത്ത ഇടത്ത്, ആരും പ്രവേശിക്കാത്ത സ്ഥലത്ത് ഈശോ ജനിച്ചു വീണു. എന്നാൽ ഈശോ ജനിച്ചു കഴിയുമ്പോൾ എല്ലാവരും ആ സ്ഥലത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഉള്ളിൽ ഈശോ ജനിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ അവഗണിക്കപ്പെട്ട തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ, ജീവിതത്തിൽ പരാജയങ്ങളുള്ള നിന്റെ ജീവിതത്തിൽ ഈശോ ജനിച്ചു കഴിയുമ്പോൾ നിന്നെ തേടി അനേകർ വരുമെന്നുള്ളത് ഏറ്റവും പ്രത്യാശയ്ക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രചോദനാത്മകമായിട്ടുള്ള ഒരു അഭിഷേകത്തിന്റെ സ്വരമാണ്. നിന്നെ തേടി ജനം വരും, നിന്നെ തേടി ആളുകൾ വരും. കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്. ദൈവം ആ പുൽക്കൂട്ടിൽ ജനിച്ചപ്പോൾ ആ സ്ഥലത്തേക്ക് ജ്ഞാനികൾ വരുന്നുണ്ട്, ആ സ്ഥലത്തേക്ക് ആട്ടിടയന്മാർ വരുന്നുണ്ട്. കാലക്രമത്തിൽ ഈശോയെ തേടി ആളുകൾ എത്തുന്നുണ്ട്. ഇതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് ഈശോയെ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ നിന്നിലുള്ള ഈശോയുടെ സാന്നിധ്യം നിന്നെ തേടി അനേകരെ എത്തുന്നതിന് കാരണമായിട്ട് തീരും. ഈ ക്രിസ്തുമസ് ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. ജീവിതം അവസാനിപ്പിക്കാനായിട്ട്, എല്ലാം തീർന്നു പോകാനായിട്ട്, എല്ലാം അവസാനിക്കണമെന്ന്, നീ എന്തിന് ജീവിക്കണമെന്ന് നിരാശയോടുകൂടി ചോദിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഈ ക്രിസ്തുമസ് ജീവിക്കാനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രചോദന ശക്തിയാണ്. നിനക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു രക്ഷകനുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്തുമസിന്റെ പുണ്യദിനങ്ങളിലൂടെ ഈശോ മിശിഹായ്ക്ക് യഥാർത്ഥ ഒരു സാക്ഷിയാകാം. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.